Good morning students, welcome back to English classroom. ഇന്ന് നമ്മൾ 89ാമത്തെ പേജിലുള്ള ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന പ്രകൃതിയുടെ പുസ്തകം അല്ലേ എന്ന പേരിൽ ഉള്ള ജവഹർലാൽ നെഹ്റു ജയിലിലിരുന്നു കൊണ്ട് തൻ്റെ മകളായ ഇന്ദിരയ്ക്ക് എഴുതിയൊരു കത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ഒരച്ഛനിൽ നിന്നും മകളിലേക്കുള്ള കത്തുകൾ. ഇസ് എ കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ്. അതൊരു കത്തുകളുടെ ഒരു ശേഖരമാണ്. റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എഴുതിയ ടു ഹിസ് 12-year-old ഡോട്ടർ. അദ്ദേഹത്തിൻ്റെ 12 വയസ്സ് പ്രായമുള്ള മകളിലേക്ക്, ഇന്ദിരയിലേക്ക്. ഇൻ ദ സമ്മർ ഓഫ് 1928, 1928 വേനൽക്കാലത്ത്. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് നെഹ്റു വാസ് ഇൻ അലഹബാദ്. ആ സമയത്ത് നെഹ്റു അലഹബാദിലായിരുന്നു. ആൻഡ് ഇന്ദിര വാസ് ഇൻ മസൂറി. ഇന്ദിരയാണെങ്കിൽ മസൂറിയിലുമാണ്. നെഹ്റു യൂസ്ഡ് ടു റൈറ്റ് ലെറ്റേഴ്സ് ഫ്രം ടൈം ടു ടൈം ടു ഇന്ദിര. നെഹ്റു ഇടയ്ക്കിടയ്ക്ക്, ടൈം ടു ടൈം എന്ന് പറഞ്ഞാൽ ഫ്രം ടൈം ടു ടൈം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മകളായ ഇന്ദിരയിലേക്ക് കത്തെഴുതാൻ സമയം കണ്ടെത്തുമായിരുന്നു. ദ ബുക്ക് ഓഫ് നേച്ചർ ഈസ് വൺ ഓഫ് ദോസ് ലെറ്റേഴ്സ്. അങ്ങനെ എഴുതിയ കത്തുകളിൽ നിന്നുള്ള ഒന്നാണ് ഏത്? ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഈ കഥ. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഇതൊരു കത്താണ്, അച്ഛൻ മകൾക്ക് എഴുതുന്ന കത്ത്. The book of nature. When you and I are together, you often ask me questions about many things and I try to answer them. Now that you are at Missouri and I am in Allahabad, we cannot have these talks. I am therefore going to write you from time to time short accounts of the story of our earth. When you and I are together, ഞാനും നീയും ഒപ്പമായിരുന്നപ്പോൾ, you often ask me questions about many things. പല വസ്തുക്കളെക്കുറിച്ചിട്ടും നീ, അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും നീ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. And I try to answer them. ഞാനാണെങ്കിൽ അതിന് ഉത്തരം പറയാൻ ശ്രമിക്കാറുമുണ്ടായിരുന്നു. Now that you are at Missouri, ഇപ്പോൾ നീ മൊസോറിയിലും and I am in Allahabad, ഞാനും അലഹബാദിലുമാണ്. We cannot have these talks. അത്തരത്തിലുള്ള സംസാരം ഇനി കഴിയില്ലല്ലോ. I am therefore going to write you. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് എഴുതാൻ പോവുകയാണ്. ഫ്രം ടൈം ടു ടൈം, ഇടയ്ക്കിടയ്ക്ക്, ഷോർട്ട് അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റോറി ഓഫ് അവർ എർത്ത്. നമ്മുടെ ഭൂമിയെക്കുറിച്ചിട്ടുള്ള ചെറിയ കഥകൾ അല്ലേ, കഥകളുടെ വിശദീകരണങ്ങൾ. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വിശദീകരണം. ഓഫ് ദ സ്റ്റോറി ഓഫ് അവർ എർത്ത്, നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ചിട്ടുള്ള കഥകളുടെ. I am afraid I can only tell you every little in these letters of mine, but that little I hope will interest you and make you think of the world as a whole and of other peoples in it as our brothers and sisters. When you grow up, you will read about the story of the earth and her peoples in fat books. You will find it more interesting than any other story or novel that you may have read. I'm afraid, ഞാൻ ഭയക്കുകയാണ്. I can only tell you, നിന്നോട് എനിക്ക് നിന്നോട് പറയാൻ കഴിയുന്നത് very little in these letters of my. എൻ്റെ ഈ കത്തുകളിലൂടെ എനിക്ക് നിന്നോട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. But that little I hope will interest you and make you think of the world as a whole. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിന്നെ ചിന്തിപ്പിക്കാൻ എന്തിനെ കുറിച്ചിട്ട്? ഓഫ് ദ വേൾഡ്, ഈ ലോകത്തെക്കുറിച്ചിട്ട്. ആസ് എ വേൾഡ്, മൊത്തമായിട്ട്. ആൻഡ് ഓഫ് അതർ പീപ്പിൾസ്, മാത്രമല്ല മറ്റ് ജനങ്ങളെക്കുറിച്ചിട്ടും. ഇനിറ്റ് ആ ഭൂമിയിലുള്ള. ആസ് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മളുടെ സഹോദരന്മാരെ പോലെ. അപ്പോൾ ഈ ഭൂമിയെ മൊത്തമായി നിന്നെ ചിന്തിപ്പിക്കാനും, മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റ് സഹോദരന്മാരെ, മറ്റ് ജനങ്ങളെ നമ്മുടെ സഹോദരന്മാരായിട്ട് ചിന്തിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വെൻ യു ഗ്രോ അപ്പ്, നീ
വളർന്ന് വലുതാകുമ്പോൾ യു വിൽ റീഡ്, നീ വായിക്കും, അബൌട്ട് ദ സ്റ്റോറി ഓഫ് ദ എർത്ത്, ഈ ഭൂമിയെക്കുറിച്ചിട്ടുള്ള കഥകളെ നീ വായിക്കും. ആൻഡ് ഹർ പീപ്പിൾസ്, ആ ഭൂമിയുടെ ജനങ്ങളെക്കുറിച്ചിട്ടും. ഇൻ ഫാറ്റ് ബുക്സ്, കട്ടിയുള്ള കനമുള്ള പുസ്തകങ്ങളിൽ നിന്ന്. യു വിൽ ഫൈൻഡ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ എനി അതർ സ്റ്റോറി ഓർ നോവൽ ദാറ്റ് യു മേ ഹാവ് റെഡ്. അത് നീ വായിച്ച മറ്റ് നോവലുകളെക്കാളും മാത്രമല്ല മറ്റു കഥകളെക്കാളുമൊക്കെ എന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതായത് യു വിൽ ഫൈൻഡ് ഇറ്റ്, ആ കഥകളൊക്കെ നീ എന്ത് ചെയ്യും, കണ്ടെത്തും. മോർ ഇൻട്രസ്റ്റിംഗ്, അതാണ് കൂടുതൽ താല്പര്യമുള്ളതായിട്ട്. ദാൻ എനി അതർ സ്റ്റോറി, മറ്റു കഥകളെക്കാളും, ഓർ നോവൽ, മറ്റു നോവലുകളെക്കാളും, ദാറ്റ് യു മേ ഹാവ് റെഡ്, നീ വായിച്ച നോവലുകളെക്കാളും കഥകളെക്കാളും ഒക്കെ അതായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് എന്ന് നിനക്ക് കണ്ടെത്താൻ കഴിയും. You read history in books, but in all times when men did not exist, surely no books could have been written. How then can we find out what happened then? We cannot merely sit down and imagine everything. This would be very interesting, for we could imagine anything we wanted to and would thus make up the most beautiful fairy tales. But this need not be true, as it would not be based on any facts that we had seen. But although we have no books written in those of our days, fortunately we have some things which tell us a great deal as well, almost as a book would. We have rocks and mountains and seas and stars and rivers and deserts and fossils of old animals. These and other like things are our books for the earth's early story. And the real way to understand this story is not merely to read about it in other people's books, but to go to the great book of nature itself. You wrote history in books. നീ ബുക്കുകളിൽ നിന്ന് ചരിത്രം വായിച്ചിട്ടുണ്ട്. But in all times when men did not exist, മനുഷ്യന്മാർ ഇല്ലാത്ത കാലത്ത് അല്ലെങ്കിൽ മനുഷ്യന്മാർ ഉണ്ടാകുന്നതിന് അപ്പുറത്തുള്ള കാലത്തുള്ള കാര്യങ്ങൾ, surely no books could have been written. ആ കാലത്തുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ബുക്കിലും എഴുതപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു ബുക്കും എഴുതപ്പെട്ടിട്ടില്ല. ഹൗ ദെൻ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ദെൻ? പിന്നെ ആ കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? വി കനോട്ട് നിയർലി സിറ്റ് ഡൗൺ ആൻഡ് ഇമാജിൻ എവറിത്തിങ്. നമുക്ക് ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ കഴിയില്ല. ദിസ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്, ഫോർ വി കുഡ് ഇമാജിൻ എനിത്തിങ് വി വാണ്ടഡ് ടു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യുക, മനസ്സിൽ കാണുക എന്നുള്ളത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള കാര്യമാണ്. ആൻഡ് വുഡ് ദസ് മേക്ക് അപ്പ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫെയറി ടെയിൽസ്. എന്നിട്ട് ആ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫെയറി ടെയിൽസ്, അസംഭവ്യമായ കഥകളൊക്കെ, കെട്ടുകഥകൾ അല്ലെങ്കിൽ പ്രേതകഥകളൊക്കെ മെനഞ്ഞെടുക്കുക, സുന്ദരമായ പ്രേതകഥകളൊക്കെ മെനഞ്ഞെടുക്കുക എന്നുള്ളതും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള കാര്യമാണ്. ബട്ട് ദിസ് നീഡ് നോട്ട് ബി ട്രൂ, ആസ് ഇറ്റ് വുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ എനി ഫാക്ട്സ് ദാറ്റ് വി ഹാഡ് സീൻ. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ശരിയാവണമെന്നില്ല. മാത്രമല്ല നമ്മൾ കണ്ട എന്തെങ്കിലും യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല ഇത് എന്ന് നമുക്കറിയാം. ബട്ട് although we have no books written in those far off days, വളരെ പഴക്കമുള്ള അല്ലെങ്കിൽ വളരെ പഴയ കാലത്തുള്ള ദിവസങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ബുക്കുകളും എഴുതപ്പെട്ടിട്ടില്ല എന്നത്. ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ, we have some things which tell us a great deal as well. ആ കാലത്തുള്ള വളരെ വലിയ ഡീലുകളെ കുറിച്ചിട്ട് നമ്മോട് പറയുന്ന ചില വസ്തുക്കളുണ്ട്.
ഓൾമോസ്റ്റ് ആസ് എ ബുക്ക് വുഡ്, ഒരു പുസ്തകം നമ്മോട് പറയുന്നത് പോലെ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ചില വസ്തുക്കളുണ്ട്. വി ഹാവ് റോക്സ്, നമുക്ക് എന്തുണ്ട്, കല്ലുകളുണ്ട്. ആൻഡ് മൗണ്ടെയിൻസ്, കുന്നുകളുണ്ട്. ആൻഡ് സീസ്, കടലുകളുണ്ട്. ആൻഡ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുണ്ട്. ആൻഡ് റിവേഴ്സ്, നദികളുണ്ട്. ആൻഡ് ഡിസേർട്സ്, മരുഭൂമികളുണ്ട്. ആൻഡ് ഫോസിൽസ് ഓഫ് ഓൾഡ് ആനിമൽസ്, പഴയ മൃഗങ്ങളുടെ ഫോസിലുകളുണ്ട്. ദീസ് ആൻഡ് അതർ ലൈക്ക് തിങ്സ് ആർ, ഇവകളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് വസ്തുക്കളും ആർ അവർ ബുക്സ് ഫോർ ദ എർത്ത്സ് ഏർലി സ്റ്റോറി, അതാണ് നമ്മളുടെ ഭൂമിയുടെ പഴയ കാലത്തെക്കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങൾ. ആൻഡ് ദ റിയൽ വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റോറി ഈസ് നോട്ട് merely ടു റീഡ് അബൌട്ട് ഇറ്റ് ഇൻ അതർ പീപ്പിൾസ് ബുക്സ്. ആൻഡ് ദ റിയൽ വേ, മാത്രമല്ല ഇതാണ് ശരിയായ വഴി, ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ, ദിസ് സ്റ്റോറി, ഈ കഥ, ഈസ് നോട്ട് merely ടു റീഡ് അബൌട്ട് ഇറ്റ് ഇൻ അതർ പീപ്പിൾസ് ബുക്സ്, മറ്റുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതല്ല, ബട്ട് ടു ഗോ ടു ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ് സെൽഫ്, ഈ പ്രകൃതിയിലേക്ക് നമ്മൾ നേരെ ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് ഈ പ്രകൃതിയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല കാര്യമെന്ന് ജവഹർലാൽ നെഹ്റു ഇവിടെ പറയുകയാണ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് കണ്ടെത്താനുണ്ട്, ഇതിനുത്തരം കണ്ടെത്താനുണ്ട്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഓഥർ ട്രൈങ് ടു ടെൽ ഹിസ് ഡോട്ടർ, എന്താണ് ഈ ഓഥർ, ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ദ ഓഥർ ഈസ് ട്രൈങ് ടു ടെൽ ഹിസ് ഡോട്ടർ അബൌട്ട് ഷോർട്ട് അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റോറി ഓഫ് ദ എർത്ത്, എന്താണ്, ഭൂമിയെക്കുറിച്ചിട്ടുള്ള ചില കഥകൾ പറയാനാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ശ്രമിക്കുന്നത് തൻ്റെ മകളോട്. രണ്ടാമത്തെ ചോദ്യം, നെഹ്റു സേസ് ദാറ്റ് ഹി കനോട്ട് ഹാവ് ടോക്സ് വിത്ത് ഹിസ് ഡോട്ടർ വൈ, എന്തുകൊണ്ടാണ് നെഹ്റു പറയുന്നത് നമുക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയില്ല എന്ന്? ഉത്തരം എന്താണ്? നെഹ്റു ഈസ് ഇൻ അലഹബാദ്, നെഹ്റു അലഹബാദിലാണ്. ആൻഡ് ഹിസ് ഡോട്ടർ ഈസ് ഇൻ മസൂറി, മകളാണെങ്കിലും മസൂറിയിലുമാണ്. ദെർഫോർ ദേ കനോട്ട് ഹാവ് ടോക്സ് വിത്ത് ഈച്ച് അതർ, അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് നെഹ്റു സേ ദാറ്റ് ഇന്ദിര വുഡ് റീഡ് അബൌട്ട് ദ എർത്ത് ഇൻ ഫാറ്റ് ബുക്സ്, എന്തുകൊണ്ടാണ് നെഹ്റു ഇന്ദിരയോട് ഇനി കുറച്ച് കഴിയുമ്പോൾ വളരെ വലിയ പുസ്തകങ്ങൾ വായിക്കുമെന്ന് പറയാൻ കാരണം എന്താണ്? ഉത്തരം എന്താണ്? വെൻ ഗ്രോസ് അപ്പ് ഇന്ദിര വുഡ് റീഡ് അബൌട്ട് ദ എർത്ത് ഫ്രം ജിയോഗ്രഫി ടെക്സ്റ്റ് ബുക്ക്, ഇന്ദിര വളർന്നു വലുതാകുമ്പോൾ ഇന്ദിര എന്ത് ചെയ്യും? ജിയോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഭൂമിയെക്കുറിച്ചിട്ട് വായിക്കും. മോറോവർ ഷീ വുഡ് നോ മോർ അബൌട്ട് ദ എർത്ത് ഫ്രം റെഫറൻസ് ബുക്സ്, മാത്രമല്ല റെഫറൻസ് പുസ്തകങ്ങളിൽ നിന്ന് ഇന്ദിര ഭൂമിയെക്കുറിച്ച് കൂടുതൽ അറിയും. ലൈക്ക് എൻസൈക്ലോപീഡിയ പോലെയുള്ള പുസ്തകങ്ങളിൽ നിന്ന്. നാലാമത്തെ ചോദ്യം, വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ റീഡിങ് ദ ബുക്ക് ഓഫ് നേച്ചർ, എന്താണ് റീഡിങ് ദ ബുക്ക് ഓഫ് നേച്ചർ എന്നതുകൊണ്ട് നെഹ്റു ഉദ്ദേശിച്ചത്? ബൈ റീഡിങ് ദ ബുക്ക് ഓഫ് നേച്ചർ നെഹ്റു മീൻസ് ഒബ്സർവിങ് ആൻഡ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ സീക്രട്ട് ബിഹൈൻഡ് എവറി ഒബ്ജക്റ്റ് ഓഫ് ദ നേച്ചർ. റീഡിങ് ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഇതുകൊണ്ട് നെഹ്റു ഉദ്ദേശിച്ചത് എന്താണ്? ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കൾക്ക് പിറകിലുമുള്ള രഹസ്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക, അതിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ഇത്രയുമാണ് ക്ലാസ് എടുക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.